എൻ്റെ പേര് ആനി മാമച്ചൻ. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പറവൂർ ഫെറോനയിലെ കൈതാരം അമലോത്ഭവ മാതാ യൂണിറ്റിലെ അംഗമാണ്. യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യനാകാൻ നാം എന്ത് ചെയ്യണം? അതിനായി നാം എന്തൊക്കെ ത്യജിക്കണം, എന്തൊക്കെ സ്വീകരിക്കണം, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടത്? ഈ ഒരു വലിയ ചിന്തയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ഈശോ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. വിശുദ്ധ മത്തായി സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഇന്ന് മനനം ചെയ്യപ്പെടുന്നത്. അതിൽ 21-ാമത്തെ വചനം പറയുന്നു, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ഈ വചനം ഒരു ഉൾക്കിടിലത്തോടെയാണ് നാം കേൾക്കുന്നത്. കാരണം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പലപ്പോഴും അതര ജൽപ്പനങ്ങളായി മാറുന്നു. കാലങ്ങൾക്കനുസരിച്ച് നൊയമ്പും ഉപവാസവും ഭക്താനുഷ്ഠാന കർമ്മങ്ങളും ഈശോയുടെ പേരിൽ പല പ്രവർത്തനങ്ങളും നമ്മൾ കാഴ്ചവെക്കുന്നു മനുഷ്യപ്രീതിക്ക് വേണ്ടി. അങ്ങനെയുള്ളവരോട് അടുത്ത വചനം ഈശോ ചൂണ്ടിക്കാണിക്കുന്നു, നിങ്ങളെ ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഈശോ പറയുന്നു. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അപരനിൽ ദൈവത്തെ കാണുവാനും അവന്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒരുപോലെ ഏറ്റെടുക്കുവാനും അവന്റെ വീഴ്ചയിലും ഉയർച്ചയിലും സന്തോഷിക്കുവാനും നമുക്ക് സാധിക്കണം. അവരന്റെ കാവൽക്കാരനായി നമുക്ക് എപ്പോഴൊക്കെ മാറാൻ സാധിക്കുന്നുവോ അപ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറുന്നത്. ഈശോ പറയുന്നു, പാറമേൽ ഭവനം പണിന്ന വിവേകവതിയായ മനുഷ്യന് തുല്യനാകണം. യേശുവാകുന്ന പാറമേൽ ഞാനാകുന്ന ഭവനം ഉറപ്പിക്കണം. അത് കെട്ടുറപ്പുള്ളതും മറ്റുള്ളവരാൽ ഇളക്കി മാറ്റാൻ പറ്റാത്ത വിധത്തിലുള്ള ഉറച്ചതായിരിക്കണം. അങ്ങനെ ഉറച്ച വിശ്വാസത്തോടെ ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്നൊരു വലിയ വിശ്വാസത്തോടു കൂടി വേണം നാം ജീവിക്കേണ്ടത്. ദൈവം തൻ്റെ ജനത്തെ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും കൂടെ കൊണ്ടു നടന്നു. ആ കൂടെ നടന്നവൻ തന്നെയാണ് ഇന്നും നമ്മുടെ കൂടെയുള്ളത്. ലേവ്യരുടെ പുസ്തകം 26:12 പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഇത്രയേറെ ജനങ്ങളോട് താതാത്മ്യമുള്ള ഇഴയടപ്പമുള്ള ഏത് ദൈവമാണുള്ളത്? ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്, ആ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ വളർന്നുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുകയും ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കണം. ദൈവ തിരുമുൻപിൽ കുറ്റമറ്റവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമ്മൾ ഈശോയുടെ യഥാർത്ഥ ശിഷ്യന്മാരായി മാറുവാൻ സാധിക്കുകയുള്ളൂ.